അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, നമ്മുടെ ചില പണ്ഡിതന്മാർ പറയാറുണ്ട് CM അടവൂരിനെ കുറിച്ചിട്ട് കുത്തുബുൽ ആലം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അന്ന് മുതലേ മുജാഹിദുകൾ ഇതിനെ വിമർശിച്ചു കൊണ്ടുവരുന്നുണ്ട്, ഇതിനെ എതിർത്തുകൊണ്ട് വരുന്നുണ്ട്. കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. അത് തെറ്റായൊരു മാർഗമാണ്. CM അടവൂരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. അല്ല, CM അടവൂർ നമ്മളെപ്പോലെല്ലാം ജീവിച്ച് മരിച്ചു പോയ നല്ലൊരു ഉസ്താദായിരുന്നു. മടവൂർ ഉസ്താദ് പല കറാമത്തും കാട്ടിന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, അള്ളാഹു വരാം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ CM അടവൂരിനെ കുറിച്ചിട്ട് പല ഉസ്താദന്മാരും ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, കുത്തുബുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇവരെ പോലത്തെ തലയെക്കെട്ട് സുന്നി പണ്ഡിതന്മാരോടാണ് എനിക്ക് പറയാൻ, ഇങ്ങനത്തെ വിവരക്കേടുകൾ വിളിച്ച് പറയരുത്. എന്നിട്ട് അതിനെ ഈ മുത്താലിങ്ങളുടെ പേരിൽ വന്നിട്ട് കുറ്റം പറയാം. അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് ഉസ്താദന്മാരുടെ പേരിലുണ്ട്. മുത്താലിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ഈ സയ്യിദാണ്, ഒരു ഇതിൻ്റെ നേതാവാണ് എന്നൊക്കെ പറയുന്നത് പേരോട് ഉസ്താദ് പറയുന്നു എന്ന് നിങ്ങൾ കേട്ടു നോക്കി. അതിന് നൗഷാദ് അഹ്സനി തന്നെ അതിന് മറുപടിയും പറയുന്നുണ്ട്. ഇവർ തന്നെ എഴുതി വെക്കുകയും ചെയ്യുക, അതിനനുസരിച്ച് ഇവരതിനെ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുക. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആദ്യം തന്നെ നിങ്ങൾ തമ്മിലൊന്ന് തീരുമാനിക്കുക, ഏതാണ് കുത്തുബുൽ ആലം, ഏതാണ് കുത്തുബുൽ സമാൻ എന്നൊക്കെ. നമുക്ക് ആദ്യം പേരോട് ഉസ്താദിൻ്റെ വിവരം, ഈ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ. ലോകത്ത് ഒരു കുതുബ് എന്ന് പറയുന്നതിന് പല അർത്ഥമുണ്ട്. അതിലൊന്നാണ് നേതാവ്, സയ്യിദ്. അപ്പോ ലോകത്തുള്ള ഔലിയാക്കളിൽ ഒരു നേതാവാണ് എന്ന് അതിനർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ കുതുബുൽ ആലം എന്ന് ഉപയോഗിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തെറ്റിദ്ധാരണ ചില അറിവില്ലാത്ത മുതഅല്ലിമീങ്ങൾക്കോ അല്ലാത്തവർക്കോ സംഭവിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചിലർ ആ വാചകം ചിലപ്പോൾ ഉപയോഗിക്കൂല. കാരണം ആരെങ്കിലും ഇങ്ങനെ കൺഫ്യൂഷൻ ആണെന്ന് വിചാരിച്ചു ഈ അർത്ഥവും സംഗതിയൊന്നും എല്ലാവർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് പെട്ടുകൊണ്ടാ. മർക്കാത്തിൽ എന്താ പറഞ്ഞെന്ന് വായിക്കാം. അതിന് മുമ്പ് മർക്കസ് എന്ന് ഇറങ്ങിയ കിതാബ് ഒന്ന് വായിക്കാം. ഒക്കെ നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു വെച്ചിന്. ഇദ്ദേഹം ചെയ്യേണ്ട ഇപ്പൊ ഒറ്റ പണിയുള്ളൂ. ഈ ഗണ്ണനും പ്രസംഗമൊക്കെ തൽക്കാലം നിർത്തിയിട്ട് ആ മുറ്റിച്ചൂർ പിന്നെ അഹമ്മദാജിന്റെ മൗലിദ് നോക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു മൗലിദാണ് അൽ മൗലിദ് നൂരിൽ ഗൗസിൽ മടവൂരി. ഇത് ഫുള്ളാണ് വായിച്ച തല കറങ്ങി നിലത്തം വീഴും. വെല്ലുവിളിക്കാണ്. ഇതിനുള്ള ഒരു വരിന്റെ അർത്ഥം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് ഫുള്ള് കുത്തുബുൽ ആലമാണ്. കണ്ടില്ലേ നിങ്ങൾ? അൽ കുത്തുബ്, കുത്തുബുൽ ആലം എന്ന് പറയുന്ന മർത്തബയിലിരിക്കുന്ന മഹാൻ കൈകാര്യം ചെയ്യുന്ന പരിധി എത്രേ? മുത്തസർരിഫുൻ മിനൽ അർശി ഇല ഥറാ. അല്ലാഹുവിന്റെ അർശ് മുതൽ ഭൂമി വരെ ഒന്നും ഒഴിവില്ല. ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവനും നിയന്ത്രിക്കുന്നവരാണ് കുത്തുബുൽ ആലമെന്ന് നിങ്ങളുടെ മർക്കസിൽ നിന്ന് AP ഉസ്താദ് ആമുഖം എഴുതി കൊടുത്ത മൗലിദിലുണ്ട്. അതെങ്കിലും വായിച്ചൂടെ? സൂഫിയയും അതേപോലെ കാശാനി ഇമാമിന്റെ കിതാബും ഷാറാനി ഇമാമിന്റെ കിതാബും ആരാണ് കുത്തുബ് സമാൻ, ആരാണ് നേതാവ് എന്നൊക്കെ. ലോകത്തിലെ ഒരു കുത്തുബ് ഞാൻ ചോദിക്കാണ്. സൂഫിയാക്കളുടെ വാക്ക് അവരുടെ ഭാഷയിൽ അർത്ഥം വെക്കണം, ഇതിൽ തർക്കമല്ലല്ലോ. സൂഫിയാക്കളിൽ പ്രധാനിയല്ലേ ശൈഖ് മടവൂർ? ലോകത്തിലെ ഒരു കുത്തുബ്, കുത്തുബും ഫിൽ ആലം എന്ന് താങ്കൾ പറഞ്ഞ അർത്ഥല്ലേ? സൂഫിയാക്കളുടെ ഏതെങ്കിലും ഒരു കലാമിൽ, ഏതെങ്കിലും ഒരു കിതാബിൽ, ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ ഒരു അർത്ഥം കുത്തുബുൽ ആലമിന് പറഞ്ഞത് തെളിയിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാരും ഉത്തരം പറയണം. ഇയാള് മാത്രം പറഞ്ഞാൽ മതിയാവില്ല, താങ്ങി നടക്കുന്ന മുഴുവനും പറയണം. മുശാവറ മറുപടി പറഞ്ഞേക്കണം, സംഘടന മറുപടി പറഞ്ഞേക്കണം. വാദം അങ്ങേയറ്റം അപകടകരമാണ്. സ്വന്തം ഉണ്ടാക്കിയ അർത്ഥാണ് കുത്തുബും ഫിൽ ആലം എന്ന് അർത്ഥം വെച്ചത്. ലോക ചരിത്രത്തിൽ കുത്തുബുൽ ആലമൻ അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞിട്ടില്ല. എല്ലാരും പറഞ്ഞത് മിനൽ അർശി ഇല ഥറാ, ലോകം മുഴുക്കെ അധികാരമുള്ളവർ. അത് തന്നെയാണ് ഇമാമുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു സക്കരിയ അൽ അൻസാരി തങ്ങളിൽ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് ഖുതുബ് എന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മഹല്ലു നദിലില്ലാഹി തആല ഫിൽ അർദ്,
ഭൂമിയിൽ അല്ലാഹു നോക്കുന്ന സ്ഥലം. എന്നിട്ട് കാണാം നദറൻ ഖാസൻ യതറത്തബു അലൈഹി ഇഫാദത്തുൽ ഫൈദ് വസ്തിഫാദത്തുഹു ഫഹുവൽ വാസിതത്തു ഫീ ദാലിക ബൈനല്ലാഹി തആല വബൈന ഇബാദിഹി. ഒരു കാലത്ത് അല്ലാഹ് പ്രത്യേകം നോക്കുന്ന സ്ഥലം, ഒരു സമയത്ത് അവരിലൂടെ അല്ലാതെ ഒരു സഹായവും അല്ലാഹ് കൊടുക്കൂല. അങ്ങനെയുള്ള സ്ഥലമാണ് അൽ ഖുതുബ്. ആ സ്ഥാനത്തിരിക്കുന്നവരാണ് ഖുതുബുൽ അഖ്താബ്, അവരാണ് ഖുതുബുൽ ആലം. അതിനെ കൊണ്ടുപോയിട്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അത്ര എന്ത് കൺഫ്യൂഷനാ നിങ്ങൾ ഈ പറയുന്നത്? സുഹൃത്തുക്കളെ, ഒരു പേര് പറയുമ്പോഴേ ഒട്ടാകെ അർത്ഥം വെക്കരുത്. ഉദാഹരണത്തിന് ഖുതുബുൽ ആലം എന്ന് മഹാനായ സിയം വലിയുല്ലാഹിയെ കുറിച്ച് പറയുമ്പോ മുതഅല്ലിമീങ്ങൾ പണ്ട് അൽഫിയെ പഠിച്ചിട്ടുണ്ടാവും. അൽഫിന്റെ സറയിൽ അൽ ആലമു മാസിവൽ ബാരി, പടച്ചോനല്ലാത്തതിനൊക്കെ പറയുന്നതാണ് അൽ ആലം എന്ന പേര്. പടച്ചോനല്ലാത്ത എല്ലാരെയും കുതുബ് എന്നാണെന്നതിന് അർത്ഥം പറയരുത്, വിചാരിക്കരുത്. അതിന് ഖുതുബുൻ ഫിൽ ആലം, ലോകത്ത് ഒരു കുതുബ്. കുതുബ് എന്ന് പറയുന്നതിന് പല അർത്ഥമുണ്ട്. അതിലൊന്നാണ് നേതാവ്, സയ്യിദ്. അപ്പോ ലോകത്തുള്ള ഔലിയാക്കളിൽ ഒരു നേതാവാണ് എന്ന് അതിനർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഖുതുബുൽ ആലം എന്ന് ഉപയോഗിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തെറ്റിദ്ധാരണ ചില അറിവില്ലാത്ത മുതഅല്ലിമീങ്ങൾക്കോ അല്ലാത്തവർക്കോ സംഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ചിലർ ആ വാചകം ചിലപ്പോ ഉപയോഗിക്കൂല. കാരണം ആരെങ്കിലും ഇങ്ങനെ കൺഫ്യൂഷൻ ആണ്ടെന്ന് വിചാരിച്ചു ഈ അർത്ഥവും സംഗതിയൊന്നും എല്ലാവർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് പെട്ടു. അപ്പം പേരോട് ഉസ്താദേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ തന്നെയാണ്. നിങ്ങൾ ആദ്യം ഒന്ന് പറയും ഖുതുബുൽ ആലം ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയും, പിന്നെ ഒരു സ്റ്റേജിൽ പോയിട്ട് പറയും അത് ഒരു നേതാവിനെ പറയുന്നതാണ് ഖുതുബുൽ ആലം. നിങ്ങളെന്താ ആദ്യം ഒന്നിലും ഉറച്ചു നിൽക്കുകയരുടെ? പേരോട് ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പണ്ഡിതനല്ലേ, ഒന്നിലും ഉറച്ചു നിൽക്കും. ഒന്നുകിൽ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്നവനെന്ന് പറയും, അല്ലെങ്കിൽ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാവരുടെയും നേതാവ് എന്ന് പറയും. എന്താ നിങ്ങൾ തീരുമാനിക്കുന്നത്? ആസ്തിന് പറഞ്ഞ മാതിരി നിങ്ങളുടെ മുഷാവർ ഒന്ന് കൂടിങ്ങായിട്ട് തീരുമാനിക്കും. ലോകത്തിലെ നേതാവാണോ അല്ലെങ്കിൽ ലോകം നിയന്ത്രിക്കുന്ന ആളാണോ? ഇനിയിപ്പം നിങ്ങളുടെ പേരോട് നിങ്ങളുടെ AP അബൂബക്കർ മുസ്ലിയാരുണ്ടല്ലോ, അത് ഏത് കുത്തുബിൽ പെടും? അത് നിങ്ങളെ നേതാവാണല്ലോ. അപ്പൊ അത് ഏത് കുത്തുബിൽ പെടും? അതും കൂടി ഒന്ന് ക്ലിയർ ആക്കണം. നിങ്ങളൊരു കാര്യമുണ്ട്, ഈ മുജാഹിദുകൾ നിങ്ങളെ പറ്റി പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിലുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ ലോകം നിയന്ത്രിക്കുന്നത്, ഈ ലോകം പരിപാലിച്ചു പോരുന്നു, ഈ ലോകം ഉണ്ടാക്കിയത്, ഇന്ന് നിങ്ങളെയും എന്നെയൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹു അല്ലേ? CM എന്തായാലും പങ്ക്? നിങ്ങൾ പറയുന്ന ലോകം നിയന്ത്രിക്കുന്നവനാണ്, ലോകം നിയന്ത്രിക്കുന്നത് CM അടവൂരാണ്. എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട് അബൂബക്കർ മുസ്ലിയാരെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഒരു ഉറച്ചൊരു തീരുമാനത്തിൽ നിൽക്കി. അപ്പം എനിക്ക് ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. അസ്സലാമു അലൈക്കും.